Indian Atheist Publishers presents ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം 8 അധ്യായങ്ങളും 5 അനുബന്ധങ്ങളും ഉൾപ്പെടെ 13 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 2. ഗരുഡൻ വന്നില്ല, പകൽ നക്ഷത്രം ഉദിച്ചുമില്ല. പകൽ അത്ഭുതകരമായി നക്ഷത്രം ഉദിക്കുക, പേട്ടതുള്ളുന്ന അയ്യപ്പന്മാരെ അകമ്പടി സേവിച്ചുകൊണ്ട് ഗരുഡൻ സഞ്ചരിക്കുക, എന്തൊരു അത്ഭുതം! യുക്തിവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനൈകം വാരികയിൽ വന്ന കുറിപ്പ് കണ്ടപ്പോൾ ഈ അത്ഭുതം ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. കൊല്ലവർഷം 1150 ധനുമാസം 27-ാം തീയതി, അതായത് 1975 ജനുവരിയിലാണ് ഈ അത്ഭുത സംഭവം നടക്കുന്നത്. അത് കാണാൻ ഒരു സംഘം പത്രപ്രവർത്തകരോടൊപ്പം ഞാനും പോയി. എം വിശ്വംഭരൻ കേരള കൗമുദി, എൻ ചെല്ലപ്പൻ പിള്ള മാതൃഭൂമി, തിരുവാർപ്പ് ബാലൻ ഓൾ ഇന്ത്യ റേഡിയോ, കേശവൻ നായർ കേരള ഭൂഷണം, കൃഷ്ണൻകുട്ടി ഫോട്ടോഗ്രാഫർ എന്നിത്രയും പേരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ ശബരിമല യാത്ര ചെയ്തിട്ടുള്ള പല അയ്യപ്പന്മാരെയും കണ്ട് ഞാൻ ഇതേപ്പറ്റി തിരക്കി. അവരിൽ ചിലർ പറഞ്ഞു ഗരുഡൻ വരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന്. വേറെ ചിലർ പറഞ്ഞു അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്ന്. എന്തിനാണ് അയ്യപ്പന്മാർ പേട്ട തുള്ളുമ്പോൾ ഗരുഡൻ വരുന്നത്? ഞാൻ പല അയ്യപ്പന്മാരോടും ചോദിച്ചു. അവർ പറഞ്ഞ ഉത്തരങ്ങളുടെ ചുരുക്കം ഇതാണ്. അയ്യപ്പസ്വാമിയുടെ അമ്മ അമ്പലപ്പുഴ കൃഷ്ണഭഗവാനാണ്. മകൻ തലമലക്കോട്ടയിലെ ഉദയനനെ തോൽപ്പിക്കാൻ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ഗരുഡന്റെ പുറത്തു കയറി അമ്പലപ്പുഴ ഭഗവാനും പുറപ്പെട്ടു. വാവരും സൈന്യവും എരുമേലിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ഭഗവാൻ കൃഷ്ണനെ വഹിച്ചുകൊണ്ട് കൃഷ്ണപ്പരുന്ത് അകമ്പടി സേവിച്ചു. ആ ദിവസം ഇന്നും ഭഗവാൻ അതേ രൂപത്തിൽ എഴുന്നള്ളുന്നു. നക്ഷത്രത്തിന്റെ കഥ. നക്ഷത്രം ആകാശത്തിൽ ഉദിക്കാൻ കാരണം എന്താണ് ഞാൻ തിരക്കി. അത് അയ്യപ്പന്മാർക്കും അറിഞ്ഞുകൂടായിരുന്നു. ആലങ്ങാട്ട് നിന്ന് പേട്ട തുള്ളാൻ വന്ന സംഘത്തിന്റെ നേതാവും 71-കാരനുമായ അമ്പാടത്ത് കൃഷ്ണൻ നായരെ എരുമേലി ദേവസ്വം ഓഫീസിൽ വെച്ച് കണ്ടപ്പോഴും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആലങ്ങാട്ട് സംഘം പേട്ട തുള്ളാൻ ആരംഭിക്കുമ്പോൾ മാത്രമേ നക്ഷത്രം ഉദിക്കുകയുള്ളൂ. അതിന് കാരണം ഞങ്ങൾ അയ്യപ്പസ്വാമിയുടെ സ്വന്തം ആൾക്കാരായതാണ്. നിങ്ങൾ എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വന്തക്കാരായത്? ഞാൻ ചോദിച്ചു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് യാതൊന്നും അറിയില്ല, കഷ്ടം തന്നെ, കൃഷ്ണൻ നായർ പുതിയ തലമുറയെപ്പറ്റി അല്പം പുച്ഛത്തോടെ പറഞ്ഞു. ആലങ്ങാട്ടെന്ന് പറഞ്ഞാൽ ആലും കാടെന്ന് അർത്ഥം. പെരുമ്പാവൂരിന് വടക്ക് ആലുവ, അങ്കമാലി, ആലങ്ങാട് പ്രദേശങ്ങളെല്ലാം ആ കാലത്ത് ആലും കാടായിരുന്നു. ആ ആലും കാടാണ് ആലങ്ങാടായത്. ആ കാട്ടിൽ വെച്ചാണ് ശ്രീ പരമേശ്വരൻ മഹാമായയുടെ രൂപത്തിലുള്ള വിഷ്ണുവിനെ പ്രാപിച്ചതും ശാസ്താവ് ജനിച്ചതും. അതുകൊണ്ട് ആലങ്ങാട്ടുകാർ ശാസ്താവിന്റെ പിതൃസ്ഥാനീയരാണ്. അപ്പോൾ നക്ഷത്ര രൂപത്തിൽ വരുന്നത് ശ്രീ പരമേശ്വരൻ തന്നെയാണെന്നാണോ പറയുന്നത്? ഞാൻ ചോദിച്ചു. അതെ, കൃഷ്ണൻ നായർ ആവേശപൂർവ്വം പറഞ്ഞു. എന്റെ കുഞ്ഞെ, മുൻകാലങ്ങളിൽ വൃശ്ചികത്തിൽ മാലയിട്ടാൽ കുംഭമാസത്തിലെ ആലുവ ശിവരാത്രി വരെ വ്രതം നോക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ വ്രതം ഇല്ലാതെയും ആളുകൾ മലയ്ക്ക് പോകും. ആലങ്ങാട്ടുകാർ പേട്ട ആരംഭിക്കുമ്പോൾ മാത്രമേ നക്ഷത്രം ഉദിക്കുകയുള്ളൂ? ഞാൻ ചോദിച്ചു. അത്രയുള്ളൂ, കൃഷ്ണൻ നായർ തുടർന്നു. അമ്പലപ്പുഴക്കാർ ബാബരെയും കൊണ്ട് പുറപ്പെട്ടു. പുറകെയാണ് ശാസ്താവും ആലങ്ങാട്ട് സംഘവും യാത്ര തിരിച്ചത്. അമ്പലപ്പുഴക്കാരുടെ കൂടെയല്ല, ഞങ്ങളുടെ കൂടെയാണ് ഭഗവാൻ ഇന്നും പുറപ്പെടുന്നത്. അമ്പലപ്പുഴ സംഘക്കാരെ അല്പം വിലയിടിച്ച് പറയാനുള്ള വാസന ആലങ്ങാട്ട് സംഘത്തിന്റെ നേതാവ് പ്രകടിപ്പിച്ചു. അമ്പലപ്പുഴ സംഘക്കാർക്ക് തിരിച്ചും ഇത് കാണാമായിരുന്നു. എല്ലാ കൊല്ലവും പേട്ടയ്ക്ക് മുമ്പ് നക്ഷത്രം നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ ചോദിച്ചു. ഇപ്പോൾ കുറെ കാലമായി ഞാൻ കാണാറില്ല, കൃഷ്ണൻ നായർ പറഞ്ഞു. 8-9 വർഷം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സമയമാകുമ്പോൾ നക്ഷത്രം ഉദിക്കുന്നുണ്ടാവണം. പരുന്തിന്റെ കഥ. യുക്തിവാദത്തിന്റെ നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അമ്പലപ്പുഴ പേട്ട ആരംഭിക്കുമ്പോഴുള്ള പരുന്തു പറക്കൽ എന്ന് ജനയുഗത്തിൽ ലേഖനമെഴുതിയ ശങ്കരപ്പിള്ള പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം. കോട്ട്: അമ്പലപ്പുഴ പേട്ട സംഘത്തെ കൃഷ്ണപ്പരുന്ത് അകമ്പടി സേവിക്കുന്ന കഥ ചെറുപ്പം മുതൽക്ക് തന്നെ കേട്ടിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ഒരു മാനസിക വിഭ്രാന്തി മാത്രമായിട്ടാണ് ചെറിയൊരു യുക്തിവാദി കൂടിയായ ലേഖകന് ഈ സംഭവം തോന്നിയിരുന്നത്. എന്നാൽ 2 വർഷങ്ങളിൽ പേട്ടതുള്ള ദർശിക്കാനും കൃഷ്ണപ്പരുന്തിനെ ദർശിക്കാനും സാധിച്ച ലേഖകന്റെ യുക്തിവാദത്തിനും അവിശ്വാസത്തിനും എതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി പ്രസ്തുത പ്രതിഭാസം തോന്നി. തികച്ചും യാദൃശ്ചികമായിരിക്കാമെന്നാണ് ആദ്യ വർഷം പരുന്തിനെ കണ്ടപ്പോൾ ലേഖകന് തോന്നിയത്. എന്നാൽ കഴിഞ്ഞ വർഷം അമ്പലപ്പുഴക്കാരുടെ പേട്ടതുള്ളലിന് മുമ്പും പിമ്പും ദീർഘനേരം ആകാശത്തിൽ നോക്കി ലേഖകൻ ചിലവഴിക്കുകയുണ്ടായെങ്കിലും പരുന്തുകളെ ഒന്നിനെയും കാണാൻ സാധിച്ചില്ല.
അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിൽ പ്രവേശിച്ച സമയം അമ്പലത്തിന് മുറ്റത്ത് നിന്ന ലേഖന് ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ വിസ്മയത്തോടു കൂടി മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ. അൺകോട്ട്. അമ്പലപ്പുഴ പേട്ടതുള്ളൽ ആരംഭിച്ച സമയത്ത് കഴിഞ്ഞ വർഷം പരുന്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്ന് ശങ്കരപ്പിള്ള തന്നെ സമ്മതിക്കുന്നു. എങ്കിലും അന്നത്തെ മാതൃഭൂമി, മനോരമ എന്നീ പത്രങ്ങൾ പരുന്തിനെ കണ്ടിട്ടാണ് പേട്ടതുള്ളൽ ആരംഭിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചത് കൃത്യം 12 മണിക്കാണ്. കൊച്ചമ്പലത്തിന്റെ മുന്നിൽ നിന്നും പേട്ട ആരംഭിക്കുന്ന സമയത്താണ് ഞാൻ എരുമേലിയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം ആകാശത്ത് നോക്കി. അവിടെ എങ്ങാൻ പരുന്തുണ്ടോ എന്ന്. ചില മഴപ്പുള്ളുകളെയും കാക്കകളെയുമല്ലാതെ മറ്റൊരു പക്ഷിയെയും കാണാൻ ഉണ്ടായിരുന്നില്ല. പേട്ടതുള്ളൽ ആരംഭിച്ച സ്ഥലത്ത് നിന്നിരുന്ന കോട്ടയത്തുകാരൻ തോമസ് എന്ന പോലീസുകാരനോട് ഞാൻ ചോദിച്ചു, താങ്കൾ പരുന്തിനെ കണ്ടോ? സാറേ, ഞാൻ 7 വർഷമായി എരുമേലിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരുന്നയാളാണ്. അയാൾ പറഞ്ഞു, ഇന്നോളം പേട്ട തുടങ്ങുന്ന സമയത്ത് ഞാൻ പരുന്തിനെ കണ്ടിട്ടില്ല. പേട്ട ആരംഭിച്ചു കഴിഞ്ഞ് ഞാൻ പത്രപ്രതിനിധികളോടൊപ്പം വലിയമ്പലത്തിലേക്ക് നടന്നു. കുറെ ചെന്നപ്പോൾ ആർപ്പൂക്കര സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറിനെ ഡോക്ടർ ശങ്കരപ്പിള്ള വിളിക്കുന്നു. അവിടെ വഴിയിൽ നിന്നിരുന്ന ശങ്കരപ്പിള്ള ഹസ്തദാനം ചെയ്ത് എന്നെ സ്വീകരിച്ചു. പേട്ട വലിയമ്പലത്തിലേക്ക് കയറുമ്പോൾ അവിടെ വെച്ച് പരുന്തിനെ കാണിച്ചു തരാം, ശങ്കരപ്പിള്ള പറഞ്ഞു. എവിടെയാണ് പരുന്തിനെ കാണുക? ഞാൻ തിരക്കി. പേട്ട വലിയമ്പലത്തിലേക്ക് കയറുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ പരുന്ത് വട്ടമിട്ട് പറക്കും, ശങ്കരപ്പിള്ള പറഞ്ഞു. അവിടെ നിൽക്കാമെന്ന് കരുതി ഞാൻ നടന്നു. ദേവസ്വം ഓഫീസിൽ. വലിയമ്പലത്തിന്റെ മുറ്റത്താണ് ദേവസ്വം ഓഫീസ്. പത്രക്കാരായ ഞങ്ങളെ അസിസ്റ്റന്റ് കമ്മീഷണർ ആദരപൂർവ്വം സ്വീകരിച്ചു. കാപ്പിയും സിഗരറ്റും ത്രിമധുരവും ഊണും അവർ നൽകി. മെരിലാൻഡ് സ്റ്റുഡിയോ ഉടമസ്ഥനായ പി സുബ്രഹ്മണ്യം, പൊൻകുന്നത്തെ ഒരു അഭിഭാഷകനും എന്റെ സുഹൃത്തുമായ PR രാജഗോപാൽ, എരുമേലി ദേവസ്വം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ P ചന്ദ്രശേഖരപിള്ള, ആലങ്ങാട് സംഘത്തിന്റെ നേതാവായ അമ്പാട്ട് കൃഷ്ണൻ നായർ തുടങ്ങി പല പ്രമുഖന്മാരും ദേവസ്വം ഓഫീസിൽ ഉണ്ടായിരുന്നു. പുറത്തെവിടെയെങ്കിലും പരുന്ത് പറക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. 12:15 ദൂരെ തെങ്ങിൻതോപ്പുകളുടെ മുകളിൽ 2 പരുന്തുകൾ പറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ ഡയറിയിൽ രേഖപ്പെടുത്തി. ഇതാണോ പരുന്ത്? ഞാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോട് ചോദിച്ചു. അല്ല, അതങ്ങ് ദൂരെയല്ലേ, പേട്ട ഇങ്ങ് വരുമ്പോൾ പരുന്തും ഇങ്ങ് വരും, കേട്ടുനിന്ന് ഭക്തർ പറഞ്ഞു. പരുന്ത് വരുന്നതിനും പോകുന്നതിനും കാര്യമൊന്നുമില്ല, കമ്മീഷണർ പറഞ്ഞു. ഭക്തിപൂർവമായ തീർത്ഥാടനത്തിലാണ് കാര്യം. അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കി. കാത്തുനിൽപ്പ്. 1 മണിയോടുകൂടി അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ട വലിയമ്പലത്തിന് മുന്നിലുള്ള റോഡിലെത്തി. അതിനു മുമ്പ് തന്നെ ഡോക്ടർ ശങ്കരപ്പിള്ളയും വന്നു. അഡ്വക്കേറ്റ് രാജഗോപാലും ശങ്കരപ്പിള്ളയും ഹെഡ്മാസ്റ്റർ ചന്ദ്രശേഖരൻ പിള്ളയും ഞാനും വലിയമ്പലത്തിന്റെ മുറ്റത്ത് പരുന്തിനെ കാത്തു നിൽക്കാൻ തുടങ്ങി. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും കണ്ണ് ആകാശത്ത് തന്നെ. അപ്പോഴും മഴപ്പുള്ളുകളും കാക്കകളും അവിടെ പറക്കുന്നുണ്ടായിരുന്നു. അമ്പലപ്പുഴ സംഘക്കാർ വലിയമ്പലത്തിന്റെ മുന്നിൽ വളരെ നേരം കാത്തുനിന്നു. പരുന്തിപ്പോൾ വരും, ശങ്കരപ്പിള്ള അപ്പോഴും ആശയുള്ളവനായിരുന്നു. പരുന്തിനെ കണ്ടിട്ട് അവർ കയറൂ. എനിക്ക് സംശയമാണ്, രാജഗോപാൽ പറഞ്ഞു. ഈ അവിശ്വാസിയെ കണ്ടിട്ട് പരുന്ത് മാറിക്കളഞ്ഞതാകാം. 1:50 കഴിഞ്ഞിട്ടും പരുന്തിനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ അമ്പലപ്പുഴ സംഘക്കാർ എന്തോ ശബ്ദം പുറപ്പെടുവിച്ചു. പരുന്തിനെ വിളിക്കുന്നതാണത്, ഒരു ഭക്തൻ പറഞ്ഞു. ഇപ്പോൾ പരുന്ത് വരും. പിന്നെയും കാത്തിരുന്നു. അവസാനം പേട്ടതുള്ളി വന്നവർ അമ്പലമുറ്റത്ത് കയറി. പരുന്തിനെ കണ്ടില്ലല്ലോ ഡോക്ടർ, ഞാൻ ചോദിച്ചു. അല്പം കൂടി ക്ഷമിക്കണം, ശങ്കരപ്പിള്ള പറഞ്ഞു. പേട്ട പ്രദക്ഷിണം വെച്ച് കഴിയട്ടെ. അതനുസരിച്ച് പിന്നെയും കാത്തുനിന്നു. 2:20 അവരുടെ പ്രദക്ഷിണം കഴിഞ്ഞു. പരുന്തിനെ കാണാതെ ഞങ്ങൾ മടങ്ങി. നക്ഷത്രം. പരുന്തിനെ കണ്ടില്ലെങ്കിലും നക്ഷത്രത്തെ കാണാമോ എന്ന് കൂടി നോക്കട്ടെ, ഞാൻ അടുത്തു നിന്നവരോട് പറഞ്ഞു. നക്ഷത്രം ഞാൻ കണ്ടിട്ടില്ല, ശങ്കരപ്പിള്ള പറഞ്ഞു. എനിക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടുമില്ല. ശങ്കരപ്പിള്ളയോടും മറ്റു സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ എരുമേലി കവലയിലേക്ക് പുറപ്പെട്ടു. ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്ന സമയമായിരുന്നു അത്. ഞാൻ ആകാശത്തിൽ ശ്രദ്ധിച്ചു നോക്കി. അവിടെ എങ്ങും ഒരു നക്ഷത്രവും ഉദിച്ചിരുന്നില്ല. അപ്പോൾ അമ്പാട്ട് കൃഷ്ണൻ നായർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തു. 8-9 വർഷങ്ങൾക്ക് മുമ്പേ നക്ഷത്രം കണ്ടിട്ടുള്ളൂ. മതഭ്രാന്തി പിടിച്ചവരോ വെറും പ്രചരണ വിദഗ്ധന്മാരോ അല്ലാതെ ഇപ്പോൾ എരുമേലിയിൽ ആരും പകൽ നക്ഷത്രം കാണാറില്ല. പഴയ കാലങ്ങളിൽ നക്ഷത്രം കണ്ടിരുന്നുവെന്ന് പറയുന്നത് നുണയാകണമെന്നും ഇല്ല. അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. പകലും രാത്രിയിലും നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. സൂര്യപ്രകാശത്തിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്. വളരെ ആഴമുള്ള കിണറിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ ഏത് നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ഈജിപ്തിലെ അഹമ്മദിന്റെ കിണർ ലോകപ്രസിദ്ധമാണ്.
പല സഞ്ചാരികളും ആഴമുള്ള ആ കിണറ്റിൽ ഇറങ്ങി നിന്ന് പകൽ നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ഇടതൂർന്ന വനപ്രദേശത്ത് നിന്ന് നോക്കിയാലും ഇതേ അനുഭവം ഉണ്ടാകും. എരുമേലി ഇത്രയും തെളിയാതിരുന്ന കാലത്ത് ചിലർ പകൽ നക്ഷത്രങ്ങളെ കണ്ടിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരുത്തരും പകൽ നക്ഷത്രങ്ങളെ കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ആലങ്ങാട്ട് സംഘം പേട്ട ആരംഭിച്ചപ്പോൾ നട്ടുച്ചയ്ക്ക് നക്ഷത്രം ഉദിച്ചു എന്ന് നമ്മുടെ പ്രമുഖ പത്രങ്ങളിലെല്ലാം റിപ്പോർട്ടുകൾ വന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അന്ധവിശ്വാസികളായ ബഹുഭൂരിപക്ഷത്തെ പ്രീണിപ്പിച്ച് പത്രത്തിന് വായനക്കാരെ കൂട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, ഞാൻ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തക സമൂഹത്തിന്റെ ആർജവത്വത്തെ ബാധിക്കുന്നതാണെങ്കിലും ഇവിടെ വ്യക്തമാക്കാതിരിക്കാൻ നിർവാഹമില്ല. എരുമേലിയിൽ നിന്ന് ഞങ്ങൾ പൊൻകുന്നത്ത് വന്ന് ഹോട്ടലിൽ കയറി. ഇറങ്ങിയപ്പോൾ പല പത്രപ്രവർത്തകരുടെയും തലയിൽ ഒരു നക്ഷത്രമല്ല 1000 നക്ഷത്രങ്ങൾ ഉദിച്ചിരുന്നു. പല പത്രപ്രതിനിധികളും സ്വയം ഗരുഡന്മാരായി നക്ഷത്രമണ്ഡലങ്ങളിൽ ചിറകിട്ടടിച്ച് പറന്നുയരുന്ന അനുഭൂതിയിലായിരുന്നു. അതും ദേവസ്വം ബോർഡിന്റെ ചെലവിൽ. ശബരിമലയിൽ എത്തുന്ന പത്രപ്രതിനിധികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കഞ്ചാവും ഇഷ്ടമുള്ള ബ്രാൻഡ് മദ്യവും മൃഷ്ടാന്ന ഭോജനവും. പരുന്ത് അസാധാരണമല്ല. എരുമേലിയിലോ മലമ്പ്രദേശങ്ങളിലോ സാധാരണഗതിയിൽ പരുന്തിനെ കാണാറില്ലെന്ന് ഭക്തന്മാർ പറയാറുണ്ട്. അത് ശരിയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. എരുമേലി പോലെ തന്നെയുള്ള ഒരു മലമ്പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. തൊടുപുഴയ്ക്ക് കിഴക്കുള്ള വെളമ്പം എന്ന മലയിൽ 14 വയസ്സുവരെ വളർന്ന എനിക്ക് കാക്ക ഒരു അത്ഭുത ജീവിയായിരുന്നു. അന്ന് ആ പ്രദേശത്ത് കാക്കകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പരുന്തുകൾ ധാരാളമായിരുന്നു. 10 പ്രാവശ്യമെങ്കിലും ഞാൻ എരുമേലിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യവും ഞാൻ അവിടെ പരുന്തിനെ കണ്ടിട്ടുണ്ട്. 1974 ഓഗസ്റ്റ് മാസത്തിൽ എരുമേലി യുക്തിവാദി സംഘത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ എരുമേലിയിൽ പോയപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. എൻ്റെ കൂടെ പൊൻകുന്നത്തുകാരനായ നാരായണക്കുറുപ്പും ബാലകൃഷ്ണൻ നായരും ഉണ്ടായിരുന്നു. 1 മണിയോടുകൂടി ഞങ്ങൾ എരുമേലി കവലയിൽ എത്തുമ്പോൾ ഒരു പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറന്നിരുന്നു. ഇത് കണ്ട എരുമേലി ജോൺ പറഞ്ഞു, ഇവിടെ ഇടയ്ക്കിടെ ഇതുപോലെ പരുന്തിനെ കാണാം. പക്ഷെ പേട്ടതുള്ളലിന്റെ സമയത്തെങ്ങാനുമാണെങ്കിൽ ഭക്തന്മാർ ബഹളം കൂട്ടും. കനകപ്പാലം, എരുമേലി, മുക്കൂട്ടുതറ, വെച്ചൂച്ചിറ, പൊൻകുന്നം തുടങ്ങിയ സ്ഥലങ്ങളിൽ എനിക്ക് ധാരാളം പരിചയക്കാരും സുഹൃത്തുക്കളുമുണ്ട്. ആ പ്രദേശങ്ങളിൽ മിക്കപ്പോഴും പരുന്തിനെ കാണാറുണ്ടെന്ന് അവർ പറയുന്നു. പേട്ടതുള്ളലിന്റെ സമയത്തെങ്ങാൻ വല്ല പരുന്തും അതിലെ പറന്നുപോയാൽ ഭക്തന്മാർ അതിന് ദിവ്യത്വം കൽപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അത്ഭുത ഗരുഡന്റെ കഥയിൽ ഒരു കാര്യവുമില്ല. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ്, ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക. നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.